പഠിച്ചവനോട് നന്ദിയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. അല്ലേ ഗൈസ്? നമ്മളിന്ന് എണീറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷേ എത്രയോ പേര് ഇതേ സമയത്ത് ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്നൊന്ന് ശ്വാസം വിടാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, എണീറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അവരുടെയൊക്കെ ഇടയിൽ നിന്ന് പടച്ചവൻ ഇന്നത്തെ ദിവസം എന്നെ സേവ് ചെയ്തു, അൽഹംദുലില്ലാ. പടച്ചവൻ എന്നെ ഇന്നത്തെ ദിവസം ആഹാരം തന്നു, അൽഹംദുലില്ലാ. പടച്ചവൻ ഇന്നത്തെ ദിവസം എനിക്ക് സമാധാനം തന്നു, അൽഹംദുലില്ലാ. പടച്ചവൻ ഇന്നത്തെ ദിവസം എന്നെ സംരക്ഷിച്ചു, അവൻ്റെ സംരക്ഷണ കവചത്തിൻ്റെ ഉള്ളിൽ എന്നെ സംരക്ഷിച്ച് നിർത്തി, അൽഹംദുലില്ലാ. എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പടച്ചവനോട്, പിന്നെ പടപ്പുകളോട്. ആദ്യം പടച്ചവനോടാണ് ഗൈസ്. കാരണം ഇന്നത്തെ ദിവസം നമ്മളെ സംരക്ഷിച്ച് നിർത്തിയത് അവനാണത്രേ. അവൻ്റെ സംരക്ഷണ വലയത്തിൽ നമ്മൾ സംരക്ഷണയിലാണ്. ഇന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ നിൽക്കുന്ന അവസ്ഥയെ വിട്ടിട്ട് അതേ അവസ്ഥയിൽ, അതേ അറ്റ്മോസ്ഫിയറിൽ യുദ്ധാനന്തര ഭൂമിയിൽ കഴിയുന്ന ഗാസയിലെ മക്കളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. ആഹാരമില്ല, വെള്ളമില്ല, അവർക്കിന്ന് മാതാവില്ല, പിതാവില്ല, ആരുമില്ല. നമ്മളെ മക്കളൊന്ന് നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? സോ അള്ളാഹു നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുവാണ്, അൽഹംദുലില്ലാ. നമ്മളെ നന്ദിയുള്ളവരായിരിക്കണം ഗൈസ്. ഇന്ന് എന്നെ സംരക്ഷിച്ചതിൻ്റെ റബ്ബാണ്, അവൻ്റെ സംരക്ഷണത്തിനുള്ളിലാണ് നമ്മളിന്ന്. ഇന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ട്. എത്രയോ പേര് കരയുവാണ്, രോഗത്താൽ ബുദ്ധിമുട്ടുവാണ്. എത്രയോ ആൾക്കാർ RCCകളിൽ ഒരു കാര്യവും അറിയാണ്ട് അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് ഗൈസ്. അവരിൽ നിന്നല്ല നമ്മളിന്ന് സംരക്ഷണയിലല്ലേ, അൽഹംദുലില്ലാ. പഠിച്ചവനോട് എന്നും ആ ഒരു കടപ്പാടുള്ളവരായിരിക്കണം നമ്മൾ.